ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു 6 മാസം മുന്നേ ഞാൻ ട്രൂക്കിൻ്റെ ഫിറ്റ് പ്രോ പവർ എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന് സമയം കളയാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമുക്കിത് ആദ്യം ഇതിൻ്റെ കണക്ടിവിറ്റിയെ പറ്റി നോക്കാം. അപ്പോൾ കണക്ഷനെ പറ്റി നോക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് ഓഫ് ആണെങ്കിൽ പോലും കേസിൽ നിന്ന് എടുത്ത ഉടനെ ഇതിൽ കണക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാൻ വയ്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലൂടൂത്തുമായിട്ട് കണക്റ്റ് ആവാൻ നേരത്തെ പിന്നെ ഒന്നുകൂടെ കണക്റ്റഡ് എന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മുടെ പാട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് സിനിമയും കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുമെങ്കിൽ ഗെയിമൊക്കെ കളിക്കാൻ നേരത്തെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ശബ്ദം നോക്കുകയാണെങ്കിൽ ശബ്ദം നൈസായിട്ടുള്ള ശബ്ദമാണ്. നമ്മൾ മീഡിയം വോയിസിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ഭയങ്കര നമ്മൾ ഫുൾ വോളിയത്തിലൊക്കെ ഇടാൻ നേരത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹെഡ്സെറ്റ് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു ഫീലാണ്. കാരണം നല്ല രീതിയിലുള്ള പതറലുണ്ട്. മാത്രമല്ല അത്രയും ഹൈ വോളിയം തരാൻ വേണ്ടി ഹെഡ്സെറ്റ് നല്ല രീതിക്ക് സ്ട്രെയിൻ എടുക്കുന്ന ഒരു ഫീലാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്ററിയുടെയും ചാർജിങ്ങിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ ഇത് കേസ് ഫുള്ളായിട്ട് ചാർജ് ആവാൻ വേണ്ടി 4 മണിക്കൂറാണ് എടുക്കുന്നത്. 2000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 1.5 ആഴ്ച സുഖമായിട്ട് നിൽക്കും. പിന്നെ ഹെഡ്സെറ്റിൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ അവർ പറയുന്ന 4.5 മണിക്കൂറാണ്. നിരന്തരമായിട്ട് 4.5 മണിക്കൂറാണ് അവർ 100 തൊട്ട് 0% ബാറ്ററി വരെ ഹെഡ്സെറ്റിൻ്റെ കാര്യം പറയുന്നത്. പക്ഷേ എനിക്ക് ഏകദേശം 6 മണിക്കൂർ കിട്ടി. 6 മണിക്കൂർ കൂടുതൽ, അതായത് 6 മണിക്കൂർ 8 മിനിറ്റ് സംതിങ് എനിക്ക് ഇത് ഫുള്ളായിട്ട് കിട്ടി. പിന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡോൾഫിൻ്റെ ഫേസ് പോലത്തെ ഒരു ഡിസൈനാണ്. അതിനെ അൺബോക്സിങ്ങിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ വലത്തെ ഹെഡ്സെറ്റ് ചെറിയ ലൂസാണ്. ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൂസാണ്. നമ്മുടെ ചെവിയിൽ ഇരിക്കത്തില്ല. നല്ല രീതിയിലൊന്നും തലയൊലിക്കുകയാണെങ്കിൽ അത് അപ്പോഴേ ഇളകി പോകും. മാത്രമല്ല ഏകദേശം 2 ആഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു ഹെഡ്സെറ്റിലുള്ള പെയിൻറ്റ് ചെറുതായിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ പെയിൻ്റൊന്നും ഇളവില്ല. പക്ഷേ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ആ പെയിൻറ്റ് അപ്പോഴേ ഇളകിപ്പോയി. പിന്നെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അതായത് നമ്മളിപ്പം പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആ വലത് ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് കോൾ ചെയ്ത ആരാണോ അവർക്ക് വീണ്ടും കോൾ പോകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ലെഫ്റ്റ് ആണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് എടുക്കുന്ന ഒരു. അതുപോലെ തന്നെ നമ്മൾ പാട്ട് മാറ്റണമെങ്കിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കണം. അതായത് ക്ലിക്ക് ചെയ്ത് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കണതാണ്. വലത് ഭാഗത്ത് ഞെക്കാൻ നേരത്തെ അടുത്ത പാട്ടിലോട്ടും ഇടത് ഭാഗത്ത് ഞെക്കാൻ നേരത്തെ മുമ്പേ കേട്ട പാട്ടിലോട്ടും പോകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഒറ്റ ക്ലിക്കിൽ പാട്ട് പോസ് ആവും, പ്ലേ ആവും, അങ്ങനത്തെ ഉള്ള സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ വാരൻറ്റി എന്ന് പറയുന്നത് വെറും 6 മാസമേ ഉള്ളൂ. അത് തന്നെ നമ്മുടെ സാധനം കൈ കിട്ടിയിട്ട് 10 ദിവസം ആവുന്നതിന് മുന്നേ നമ്മൾ ഇവരുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. എങ്കിലേ നമുക്ക് വാരൻറ്റി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഹെഡ്സെറ്റിൻ്റെ ആവശ്യമുള്ളെങ്കിൽ നമുക്ക് ഒരെണ്ണം മാത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പോസിറ്റീവായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേസിൽ ചാർജ് എത്ര ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് ശതമാനം ആയിട്ട് അറിയാൻ പറ്റും. അത് നല്ലൊരു പോസിറ്റീവാണ്. പക്ഷേ നമ്മുടെ ഹെഡ്സെറ്റ് രണ്ടും ചാർജായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കേസിൻ്റെ പേഴ്സൻറ്റേജ് അറിയണമെങ്കിൽ ഒരു ഹെഡ്സെറ്റ് എടുത്തിട്ട് തിരിച്ചു വെക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. അല്ലാതെ നമ്മൾ കേസ് തുറന്നുടനെ നമുക്ക് ചാർജിൻ്റെ പേഴ്സൻറ്റേജ് അറിയത്തില്ല. പിന്നെ നമ്മുടെ കേസ് ചാർജിന് വയ്ക്കുമ്പം ഒരു ചുവന്ന സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചാർജ് ഫുള്ളായാന്ന് നമുക്കറിയത്തില്ല. കാരണം ലൈറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും കത്തുന്നത്. നമുക്ക് ചാർജ് എത്ര ആയെന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഫുള്ളായെന്ന് അറിയണമെങ്കിൽ കേസ് തുറന്നു നോക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ചാർജ് ഫുള്ളാവുന്ന സമയത്ത് ലൈറ്റ് അണയുകയോ വേറെ കളറിൽ കത്തുകയോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഹെഡ്സെറ്റിൻ്റെ കാര്യങ്ങൾ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല വേർത്തായിട്ടുള്ളൊരു സാധനമാണെന്ന് നമുക്ക് പറയാം. നമ്മളൊരു മീഡിയം വോയിസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി സാധനമാണ്. നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിം കളിക്കുമ്പോൾ ചെറിയ ലാഗുണ്ടെന്നുള്ളൂ, അല്ലാതെ ഉള്ളപ്പോൾ നമുക്ക് വലിയ ലാഗൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാവുന്ന ഒരു ഹെഡ്സെറ്റാണ് ഈ ട്രൂക്കിൻ്റെ ഫിറ്റ് പ്രോ പവർ എന്ന് പറയുന്നത്. അതിൻ്റെ വിലക്കനുസരിച്ചുള്ള പണി എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാരെങ്കിലും ഹെഡ്സെറ്റ് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കേണ്ട ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.